കഴിഞ്ഞ ഒരു 10 കൊല്ലത്തിനിടയിലാണ് ബി ജെ പിയിൽ കേരള ഘടകത്തിൽ ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നും നിരവധിയായ പേർ എത്തിയിരിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതിൽ തന്നെ കഴിഞ്ഞ 5 കൊല്ലത്തിനിടയിലാണ് സംഭവബഹുലമായ മാറ്റം ഉണ്ടായിരിക്കുന്നത്. മുനമ്പ വിഷയം ബി ജെ പി ഒരു രാഷ്ട്രീയായുധമാക്കി മാറ്റാൻ ഏറെ നാളായി പണിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അത് ദേശീയ തലത്തിൽ തന്നെ ചർച്ച ചെയ്തുകൊണ്ട് അത്തരത്തിൽ ബി ജെ പിയിലേക്ക് മുനമ്പം സമരസമിതിയിലുള്ള നിരവധി ആളുകൾ ബി ജെ പി അംഗം നേടിയത് വഴി കൃത്യമായി ബി ജെ പിക്ക് ക്രിസ്ത്യൻ വിഭാഗത്തിനിടയിൽ വലിയ സ്വാധീനത ഉണ്ട് എന്ന ഒരു ഹൈപ്പിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. പി സി ജോർജും അദ്ദേഹത്തിൻ്റെ മകൻ ഷോൺ ജോർജും വലിയ തരത്തിൽ ക്രൈസ്തവ വിഭാഗത്തെ വലിയ തോതിൽ അടുപ്പിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ കത്തോലിക്ക സഭയ്ക്കെതിരെ RSS തിരിയുന്നതും അവർക്ക് 20,000 കോടിയുടെ ആസ്തി ഉള്ളത് അത് എത്തരത്തിൽ സമ്പാദിച്ചതാണ് എന്നത് അന്വേഷിക്കണം എന്ന് പറഞ്ഞ് ഓർഗനൈസർ അടക്കമുള്ളവർ കൃത്യമായും ചില രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തുന്നതും മറ്റ് പാർട്ടികൾ പ്രത്യേകിച്ചും കോൺഗ്രസും ഇടതുപക്ഷവും എടുത്തു തന്നെ ചൂണ്ടിക്കാണിക്കുകയാണ്. യഥാർത്ഥത്തിൽ ബി ജെ പിയുടെ കാപട്യം ഓരോ ദിവസവും പുറന്തള്ളുകയാണ്. ബി ജെ പിയുടെ വർഗീയ ധ്രുവീകരണം കൃത്യമായും അവരുടെ അജണ്ട എന്നത് ചാതുർവർണ്ണയം നടപ്പിലാക്കുക എന്നത് തന്നെയാണ്. ഹിന്ദു ഐക്യത്തിന് വേണ്ടി അവർ നിലകൊള്ളാൻ ശ്രമിക്കുമ്പോഴും അവരുടെ മനസ്സിലെ സനാതന ധർമ്മം എന്നത് വർഗീയ വിവേചനം തന്നെയാണ്. അതിൽ തന്നെ നമുക്കറിയാം, ഈ അടുത്ത് ഇരിങ്ങാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രത്തിലെ കഴകം വിഷയവുമായി ബന്ധപ്പെട്ട കാര്യം. അവിടെ താഴ്ന്ന ജാതിക്കാരനെ കഴകരാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്നുള്ള രീതിയിൽ ബ്രാഹ്മണ സഭ ഉൾപ്പെടെ ക്ഷേത്ര സമിതി ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വന്നതിനെക്കുറിച്ചുള്ള വലിയ ചോദ്യങ്ങൾ വരുമ്പോൾ ഇത്തരത്തിൽ ബി ജെ പി ക്രൈസ്തവർക്കെതിരെയും ഹിന്ദുക്കളിലെ പിന്നോക്ക ജാതിക്കാർക്കെതിരെയും സ്വീകരിക്കുന്ന നിലപാട് ഒരേ നിലപാട് തന്നെയാണ്. അതുതന്നെയാണ് മുസ്ലിങ്ങൾക്കെതിരെയും അവർ സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് വി ഡി സതീശൻ കൃത്യമായി പറഞ്ഞിരിക്കുന്നത്. ബി ജെ പി കേരളത്തിൽ വളരാനേ പോകുന്നില്ല. വളരും എന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് തെറ്റിദ്ധാരണ മാത്രമാണ്. കുറേയധികം നേതാക്കൾ ബി ജെ പിയിൽ ചെല്ലുന്നത് അധികാരം കണ്ടുകൊണ്ടാണ്. വലിയ തോതിലുള്ള എൻഫോഴ്സ്മെൻറ്റ് റെയ്ഡും അതുപോലെ തന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ശല്യവും ഒഴിവാക്കാൻ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ച പലരും ബി ജെ പിയിലേക്കാണ് ആശ്രയിക്കുന്നത് എന്നാണ് ഇപ്പോൾ വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. വാസ്തവത്തിൽ ബി ജെ പി ഒരു വാഷിംഗ് മെഷീനായി പ്രവർത്തിക്കുകയാണെന്നും മറ്റുള്ള പാർട്ടിയിൽ അഴിമതി കാണിച്ചവർ അവരുടെ അഴിമതിയിലൂടെ നേടിയെടുത്ത പണം സംരക്ഷിക്കാൻ എളുപ്പ വഴിയായി ബി ജെ പിയിലേക്കുള്ള അംഗത്വത്തെയാണ് കാണുന്നത് എന്നാണ് ഒരിക്കൽ പ്രിയങ്ക ഗാന്ധി പോലും കളിയാക്കി പറഞ്ഞത്. അത് ശരിവെക്കുന്ന തരത്തിലാണ് ഇപ്പോൾ കേരളത്തിൽ പല നീക്കങ്ങളും നടക്കുന്നത് എന്നാണ് വി ഡി സതീശൻ തുറന്നടിച്ചിരിക്കുന്നത്.